നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരമായിരിക്കുന്ന ഈ ക്രിസ്തു മരിച്ചടക്കപ്പെട്ടവെങ്കിലും മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ആദ്യത്തെ വ്യക്തിയായിട്ട്, അതേ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ പാപസംബന്ധമായിരിക്കുന്ന മരണത്തിൽ നിന്ന് ആദ്യമായിട്ട് വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കുന്ന ഈ ക്രിസ്തു അവനിതാ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, സകല ദേശങ്ങളും കേട്ടുകൊള്ളുവിന്, ആകാശത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ കോട്ടകൾ കേട്ട് നടുങ്ങിക്കൊള്ളുവിന്. അതാ യേശു ക്രിസ്തു വാനമേഘത്തില് കോടാനുകോടി ദൂതന്മാരുടെ ആത്മോടും മഹാകാഹളത്തോടും ആരവത്തോടും വിശുദ്ധന്മാരും കൂടെ ഇതാ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്നു. നീ ദൈവമല്ലെന്ന് പറഞ്ഞവരും അവനെ ദുഷിച്ചവരും അവന്റെ സുവിശേഷം അനുസരിക്കാത്ത സകല പാപികളുമായിരിക്കുന്നവരെ ന്യായം വിധിപ്പാനായിട്ട് യേശു ക്രിസ്തു കർത്താവും രാജാതി രാജാവുമായിട്ട് ഇതാ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുമ്പോഴേ അവന്റെ മുമ്പിൽ നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കേണ്ടതിന്, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ തെറ്റിച്ച് കളഞ്ഞ സുവിശേഷത്തിനെതിരെ നിന്ന ഒരു രാജാക്കന്മാരും വന്ന് നിന്നെ രക്ഷിക്കത്തില്ല. അവിടെ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ വരവില് രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവരുടെ ആരാധനാ വിഷയങ്ങളെ പന്നീരികൾക്കും നരച്ചീറുകൾക്കും എറിഞ്ഞു കളഞ്ഞുകൊണ്ട് പാറപ്പിളർപ്പിൽ ഒളിക്കും. അയ്യോ, കുഞ്ഞാടിന്റെ കോപം വന്നുവല്ലോ എന്ന് പറഞ്ഞ്, അയ്യോ, ഇനിയും കടന്നു വരുന്ന കർത്താവ് ക്രൂശിൽ മരിപ്പാനല്ല,